കെ ഹസരത്തിന്റെ ദർസിൽ വെച്ച് മീസാൻ തുടങ്ങിയെങ്കിൽ അത് അജ്നാസ് എത്തുമ്പോഴേക്ക് കേസി ഉസ്താദായി മാറിയിരിക്കണം അവിടെ. കാരണം വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ. ഇഷാമാരിവിന്റെ അടിയിലുള്ള ഒരു ദർസ് എന്നുള്ളൂ. പൊട്ടച്ചിറ ഭീമ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അപ്പൊ ഭീമാമ തന്നെ പറഞ്ഞതാണ്, എനിക്ക് സ്വപ്നത്തിൽ ഒരാളങ്ങനെ കണ്ടു ഞാൻ, അത് കേസി ഉസ്താദാ. അങ്ങനെ നിശ്ചയിച്ചു നോക്കുമ്പോൾ ആ കണ്ട ആൾ തന്നെയാണ് നമ്മളെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, അതുപോലെ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരായ മുസ്തഫ ഫൈസി തുടങ്ങിയ പ്രഗത്ഭരായ പല ആളുകളും അന്ന് അവിടെ പൊട്ടച്ചിറ അൻവരിയിൽ പഠിച്ച ആളുകളാണ്. ദർസിന് മടുപ്പില്ലാത്ത ഒരാൾ എന്നുള്ളത് മൂപ്പരെ ഒരു വലിയ സവിശേഷതയായിട്ട് കാണണം. അത് രാവിലെ അങ്ങോട്ട് സ്വിച്ച് ഇട്ടാൽ വൈകുന്നേരം വരെ സ്വിച്ച് തന്നെ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ മാത്രമേ കേരളത്തിൽ ഒരു അംഗീകൃത മുത്തവലുള്ളൂ. അത് മറികടന്നുകൊണ്ട് അവിടെ ഒരു മുത്തവല് തുടങ്ങിയത് അന്ന് പല ആളുകൾക്കും അനിഷ്ടത്തിന് വകവരി. മൂപ്പര് അക്കലിയ അല്ല, മൂപ്പരെ പരിപാടിക്ക് തന്നെ അക്കലിയ ഉള്ള സംഗതി. അത് ഒരിക്കൽ നമ്മളൊരിക്കൽ മൂപ്പരൊന്ന് ജമ്മുൽ ജവാമി മതി, ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ജമ്മുൽ ജവാമി, അതേ ജമ്മുൽ ജവാമിനേക്കാൾ ഒരു മാറ്റം ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള പ്രേക്ഷകരെ, മഹത്തായ കേരള എന്ന സംസ്ഥാനം ലോകത്തിന് ഒരുപാട് മാതൃകകളും ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സംഭാവന ചെയ്യുകയും ചെയ്ത ഒരു രാജ്യമാണ്. അത് ഒരു 8 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഇവിടെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ചും മഹ്ദൂമികളുടെ കാലശേഷമാണ് കേരള മുസ്ലിങ്ങളുടെയും പണ്ഡിതന്മാരുടെയും അവരുടെ ഗ്രന്ഥരചനകളെയും പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 20-ാം നൂറ്റാണ്ട്, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൽ 1920-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ള 10 വർഷക്കാലം ഏറ്റവും പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടമാണ്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തിക്താനുഭവങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അനാഥകളുടെയും അഗതികളുടെയും ഗണ്യമായ വർധനവ്. എന്നാൽ ഈ സമയത്തും പണ്ഡിതന്മാർ അവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഏറനാട്, വെള്ളുവനാട് പ്രദേശങ്ങളിലൊക്കെ ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. അന്ന് ഏറനാടിലെ ഒരു പ്രധാന പ്രദേശമായ പയ്യനാട്, മഞ്ചേരിക്കടുത്ത പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹംസ മുസ്ലിയാരുടെ ഒരു സാധാരണ പണ്ഡിതൻ, ഒരു വലിയ മുദരിസ് നിലവാരത്തിലുള്ള ഒരു പണ്ഡിതനല്ല, ഒരു സാധാരണ ഒരു പണ്ഡിതനായ ഹംസ മുസ്ലിയാരുടെ പുത്രനായിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വിലയിരുത്താൻ പോകുന്ന, നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കേസി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേസി ജമാലുദ്ദീൻ മുസ്ലിയാർ അവരുടെ ജനനം 1926 ഏറ്റവും പ്രയാസകരമായൊരു കാലഘട്ടം. അന്ന് ഈ ഏറനാടിൻ്റെയും വെള്ളുവനാടിൻ്റെയും പ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകൾ അന്തമാൻ സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ട കാലഘട്ടം. അതിൻ്റെ വളരെയധികം പ്രയാസങ്ങൾ അത് പഠനരംഗത്തും മറ്റെല്ലാ രംഗത്തും അനുഭവിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് മഹാനായ കേസി ഉസ്താദ് ജന്മം കൊള്ളുന്നത്. സാധാരണ പോലെ തന്നെ പ്രാഥമിക മതപഠനങ്ങൾക്ക് ശേഷം മഹാനവറുകൾ മതപഠന രംഗത്തേക്ക് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ, പിതൃ സഹോദരൻ മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നു കേസി ഉസ്താദിൻ്റെ ഉസ്താദും ബാപ്പയുമെല്ലാം. കാരണം ഈ മുഹമ്മദ് മുസ്ലിയാർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സ്വന്തം പുത്രൻ എന്ന രീതിയിലാണ് കേസി ഉസ്താദിനെ ഈ മുഹമ്മദ് മുസ്ലിയാർ കണ്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിലും, മഞ്ചേരിയിലും മുടിക്കോടും ഒരുപാട് സ്ഥലങ്ങളിൽ ദർസിൽ പഠിച്ചു. അതിൻ്റെ ശേഷം മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുത്തും പഠിച്ച്, പിന്നെ അവസാനമായി ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ, ഒഴിപ്പുറം ഒതുക്കുങ്ങൽ ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ, അവർ ഒരു പ്രധാന ഉസ്താദാണ്. അവരുടെ അടുത്തുനിന്ന് പഠിച്ചാണ് മഹാനവറുകൾ നേരെ വെല്ലൂർ ബാക്കിയാത്തു സാലിഹത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഇന്നിപ്പോൾ വെല്ലൂർ പോവുക, ദൈവന്ത് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വളരെ ഈസി ആയിട്ട് കാണും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് വെല്ലൂരിൽ പോകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, ശാരീരികം, കുടുംബപരം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ അവഗണിച്ചു കൊണ്ട് വേണമെന്ന് പോകാൻ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ച് ബിരുദം നേടി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ അങ്കുലി പരിമിതം, അക്ഷരാർത്ഥത്തിൽ അങ്കുലി പരിമിതമായിരുന്നു. 10ൽ താഴെയുള്ള
ആളുകളാണ് അന്ന് ഒരു വർഷം ബിരുദധാരികളായിട്ട് പുറത്തിറങ്ങുന്നത്. വളരെ കുറഞ്ഞ്. അത് അൽഹംദുലില്ലാഹ് വളരെ നേരത്തെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ പോയി ബാക്കവി ബിരുദം നേടിയ മഹാനായ പണ്ഡിതനാണ് കെ.സി. ഉസ്താദ്. അതിൻ്റെ വളരെ മുമ്പ് തന്നെ നമ്മളെ ശംസുലുലമ ഇ.കെ. ഉസ്താദ്, അതുപോലെ കോട്ടുമൽ ഉസ്താദ് തുടങ്ങിയ നമ്മൾക്ക് സുപരിചിതമായ ആളുകളെ ഞാൻ പറയുന്നത്, തുടങ്ങിയ ആളുകൾ ഇതിൻ്റെ എത്രയോ മുമ്പേ ബാക്കവി ബിരുദം നേടിയ ആളുകളാണ്. ആ കാലയളവിൽ തന്നെയാണ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, അദ്ദേഹം ബാക്കവി ബിരുദം നേടിയ ആദ്യകാല കേരള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. കെ.സി. ഉസ്താദ് ഒരു മധ്യകാല പണ്ഡിതന്മാരെന്ന് പറയണം. 1949 മാനവറുകൾ ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം നേടി പുറത്തിറങ്ങുന്നത്. അന്ന് അവിടെ പല ഉസ്താദന്മാരുണ്ട്. മാനവറുകളുടെ ഒരു പ്രധാന ഉസ്താദ് അവിടെ ആദം ഹസറത്ത് എന്ന് പറയുന്ന മഹാനവറുകളാണ്. ഈ ആദം ഹസറത്തിൻ്റെ ശിഷ്യന്മാരാണ് കേരളത്തിലുള്ള കെ.സി. ഉസ്താദിൻ്റെ ശേഷം പിന്നെ ബാക്കവിയായി വന്ന കെ.കെ. ഹസറത്ത്, അതുപോലെ തന്നെ സമസ്ത പ്രസിഡൻ്റായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി കെ.കെ. അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ, കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ ആളുകളൊക്കെ ഈ ഷെയ്ഖ് ആദം ഹസറത്തിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ആ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു മാന്യ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കെ.സി. ഉസ്താദ്. അപ്പോൾ ആ കാലഘട്ടം, അതുപോലെ അന്ന് അബൂബക്കർ ഹസറത്ത് എന്ന് പറഞ്ഞൊരു മറ്റൊരാളുണ്ടായിരുന്നു. കെ അബൂബക്കർ ഹസറത്ത് അല്ല, കെ അബൂബക്കർ ഹസറത്തിൻ്റെ ഉസ്താദായ ഒരു അബൂബക്കർ ഹസറത്ത് ഉണ്ട്. ആ അബൂബക്കർ ഹസറത്തിൻ്റെ ഒക്കെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ളൊരു വലിയ ഭാഗ്യമുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി നാട്ടിൽ വന്ന് ഒരു വർഷക്കാലം പയ്യനാട് മുദരിസായി സേവനം ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഹദീസ് രംഗത്ത് ഒന്നും കൂടി കഴിവ് നേടണമെന്ന ആ ഒരു അതിയായ താല്പര്യം കാരണം അന്ന് ഇന്ത്യയിൽ ഹദീസ് രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയൊരു സ്ഥാപനമായിരുന്നു ഉത്തരേന്ത്യയിലെ UP ഉത്തർപ്രദേശിലെ സഹാറംപൂർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ദയ്യുബന്ദ് ദാറുലുലൂം. അങ്ങനെ മാനവറുകൾ ഒരു വർഷം ദർശനം നടത്തി നേരെ ദയ്യുബന്ദ് ദാറുലുലൂമിൽ പോയി. ആ കാലഘട്ടം ദയ്യുബന്ദ് ദാറുലുലൂമിൽ പോകുന്ന ആളുകളും വളരെ കുറഞ്ഞ ആളുകളാണ്. പ്രത്യേകിച്ചും കെ.സി. ഉസ്താദ് പോണ കാലഘട്ടം വളരെ കുറഞ്ഞ, അതായത് 3-4 ആളുകളെ കേരളക്കാരായ ആളുകളെന്നുണ്ടാവും. അതിന് ശേഷമാണ് കെ.സി. ഉസ്താദിൻ്റെ അതേമാതിരി തന്നെ വെല്ലൂരും അതുപോലെ ദൈവബന്ധും പഠിച്ച ആളാണ് കെ അബൂബക്കർ ഹസരത്ത്. പക്ഷേ അതിൻ്റെ ശേഷമാണ് കെ അബൂബക്കർ ഹസരത്ത് വെല്ലൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന 1954-55 കാലങ്ങളിലാണ്. പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നീട് ദൈവബന്ധിൽ പോകുന്നത്. അപ്പോൾ അന്ന് ദൈവബന്ധ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ നമുക്കൊക്കെ അറിയാം 1857 നടന്ന ശിപ്പായി ലഹള, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ തിക്തഫലങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ സ്ഥാപനമായിരുന്നു ഈ ദാറുലുലൂം ദൈവബന്ദ്. ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള, ഇപ്പം 150-ലധികം വർഷമായി സ്ഥാപിതമായിട്ട്. അപ്പോൾ അവിടെ അന്ന് അധ്യാപകനായ അവിടുത്തെ പ്രധാന ഉസ്താദ് ഹുസൈൻ അഹമ്മദ് മദനി മഹാനവറുകളെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ഭാഗ്യം. ഹുസൈൻ അഹമ്മദ് മദനിയുടെ പുത്രനാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പറായിരുന്ന അസാദ് മദനി. ഇന്നിപ്പോൾ ജമിയത്തുൽ ഉലമ ഹിന്ദിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അർഷദ് മദനി. അദ്ദേഹം സമകാലിക വിഷയങ്ങളിലൊക്കെ വളരെ പ്രതികരിക്കാറുണ്ട്. അദ്ദേഹം ഈ ഹുസൈൻ അഹമ്മദ് മദനിയുടെ ചെറിയ പുത്രനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും അതുപോലെ ഇബ്രാഹിം ബല്യാവി തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ, പ്രത്യേകിച്ചും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽപ്പെട്ട ആളുകൾ കൂടിയാണ്. ഹുസൈൻ അഹമ്മദ് മദനിയെയും അതുപോലെ മഹമ്മൂദ് അൽ ഹസനെയൊക്കെ നാട് കടത്തപ്പെട്ടവരെ, മാൾട്ടയിലേക്ക് അവരെ നാട് കടത്തിയിരുന്നു. അപ്പം അങ്ങനത്തെ പ്രഗത്ഭരായ ഉസ്താദന്മാരിൽ നിന്ന് ഹദീസ് നേടാനുള്ളൊരു വലിയ ഭാഗ്യമുണ്ടായി. അത് ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ ഭാഗ്യയിൽ കാണും. ഇന്നിപ്പോൾ കുട്ടികൾ ഒരു കാലഘട്ടത്തിൽ അസ്ഹറിൽ ഞാൻ മുമ്പൊരിക്കൽ പോയപ്പോൾ അവിടെ നമ്മളെ കേരളക്കാർ വിരലിലുണ്ടാവുന്നവരോ, ഇന്നിപ്പോൾ 300ഓളം കുട്ടികൾ അസ്ഹറിൽ ഉദവിയും ബാഫിയും ഫൈസിയും എല്ലാ ബിരുദക്കാരും ഈ സലഫി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് 300ഓളം കുട്ടികൾ നട പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ 1-2 കുട്ടികളാണ്. അപ്പം എന്നതുപോലെ ഇന്നിപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവബന്ധിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചൂടും തണുപ്പും രണ്ടും സഹിക്കാൻ കഴിയാത്തതാണ്. അത്രയും വലിയ, പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസത്തിലൊക്കെയുള്ള, ജനുവരി മാസത്തിലൊക്കെയുള്ള തണുപ്പ് വളരെ അസാധ്യമായിരിക്കും. അപ്പോൾ അതെല്ലാം സഹിച്ച് മഹാനവറുകൾ 2 ബിരുദം, 2 ബിരുദം നേടിയ ചുരുക്കം ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും വെല്ലൂരിൽ നിന്നും ദൈവബന്ധിൽ നിന്നും കൂടി ബിരുദം നേടുക എന്ന ആ സൗഭാഗ്യം സിദ്ധിച്ച
കേരളീയ ചുരുക്ക പണ്ഡിതന്മാരിൽ ഒരാളാണ് കെ സി ഉസ്താദ്. അങ്ങനെ മഹാനവറുകൾ വീണ്ടും വന്ന് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ 953 മുതൽക്ക് 1999 മഹാനവറുകൾ വിട പറയുന്ന ആ സമയം വരെ ഒരുപാട് അറബിക് കോളേജുകളിലും ഒരുപാട് പള്ളി ദർസുകളിലും മഹാനവറുകൾ സേവനം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം സേവനം ചെയ്തത് കായംകുളം ഹസനിയ അറബിക് കോളേജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 6 വർഷക്കാലത്തോളം നിന്നിട്ടുണ്ട്. അതാണ് മൂപ്പരുടെ ആദ്യകാല കോളേജ് ജീവിതം. അതിൻ്റെ ശേഷം പല കോളേജുകളിൽ നിന്നിട്ടുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്, പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ്, അതുപോലെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്, കടനാട് സൈദിയ അറബിക് കോളേജ്, അതുപോലെ പുത്തമ്പള്ളി അഷറഫിയ അറബിക് കോളേജ്, പിന്നെ ആലുവക്കടുത്ത് മറ്റൊരു കോളേജ്. ഇങ്ങനെ ഒരുപാട് കോളേജുകളിലും അതുപോലെ പല പള്ളി ദർസുകളിലും. അതിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം ജോലി ചെയ്ത 2 പള്ളി ദർസുകളാണ്. ഒന്ന് കരുവാരക്കുണ്ടും മറ്റൊന്ന് ആലത്തൂർ പടിയും. അങ്ങനെ ആലത്തൂർ പടിയിൽ മഹാനവറുകൾ 3 ഊഴം ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഹാനവറുകളുമായിട്ട് ബന്ധപ്പെടുന്നത് 968 968-69 കാലഘട്ടത്തിൽ അന്ന് ആലത്തൂർ പടിയിലെ മുദരിസ് കെ സി ഉസ്താദാണ്. അതിൻ്റെ മുമ്പത്തെ അവിടുത്തെ മുദരിസായിരുന്നു കെ കെ അബൂബക്കർ ഹസരത്ത്. കെ കെ അബൂബക്കർ ഹസരത്ത് അന്ന് അവിടെ ആലത്തൂർ പടിയിൽ വരുമ്പോൾ അതൊരു ചരിത്ര സംഭവമായിരുന്നു. കാരണം അതിന് മുമ്പ് അവിടെ ദർസ് നടത്തിയ ആളുകളൊക്കെ വളരെ പ്രഗത്ഭരായ ഫതുഫരി കുട്ടി മുസ്ലിയാർ, അതിന് മുമ്പ് ഇബ്രാഹിം മുസ്ലിയാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അവിടെ ദർസ് നടത്തുന്നത്. പക്ഷേ അതൊക്കെ ഏതൊരു ദർസും കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടികൾ കുറഞ്ഞു വരുമല്ലോ. അപ്പം അന്നൊക്കെ 50-60 കുട്ടികളൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കെ കെ അബൂബക്കർ ഹസരത്ത് 967 അവിടെ ചാർജ് എടുക്കുമ്പോൾ 80 വിദ്യാർത്ഥികളെന്ന് അവിടെ ദർസിലുണ്ട്. അത് പടന്നയിൽ നിന്നാണ് മൂപ്പർ അങ്ങോട്ട് വരുന്നത്. പടന്നയിലാണെന്ന് മുദരീസ്, കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ ആ ഭാഗത്തുള്ള തലശ്ശേരി, കാസർഗോഡ് ഭാഗത്തുള്ള പല പണ്ഡിതന്മാരും അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനന്ന് ആ കൊല്ലാണ് ഞാൻ ദർസ് നാടൻ കുട്ടിയായിട്ട്, നാട്ടുകാരൻ കുട്ടിയായിട്ട് ആദ്യം തന്നെ തുടങ്ങിയത് മീസാനാണ്. അപ്പോൾ കെ കെ ഹസരത്തിൻ്റെ ദർസിൽ വെച്ച് മീസാൻ തുടങ്ങിയെങ്കിൽ അത് അജിനാസ് എത്തുമ്പോഴേക്ക് കെ സി ഉസ്താദായി മാറിയിരിക്കണം അവിടെ. കാരണം വളരെ സ്ലോ ആയിട്ടേ പോകുള്ളൂ. ഷമാരിവിൻ്റെ അടിയിലുള്ളൊരു ദർസ് എന്നുള്ളൂ. അങ്ങനെ കെ സി ഉസ്താദ് അവിടെ അൽഹംദുലില്ലാ അന്നൊരു 50-60 അടിയിലുള്ള കുട്ടികളാണ്. 40, 50, 60 അടിയിലായിട്ടുള്ള കുട്ടികളെ ഉള്ളൂ. അല്ലാതെ ഒരു 100 കുട്ടികളൊന്നുമില്ല. പക്ഷെ ആ പണ്ഡിതന്മാരൊക്കെ നല്ല കഴിവുള്ള ആളുകളായിരുന്നു, കിതാബ് കിട്ടുന്ന പണ്ഡിതന്മാരാണ് എന്ന് മാത്രമല്ല. എനിക്ക് അക്കാലഘട്ടം മുതൽ ഞാൻ അന്നേ ഈ ദർസായിട്ട് ഇങ്ങനെ കുട്ടിക്കാലം മുതലേ പോയിപ്പോളേ, അപ്പോൾ കെ സി ഉസ്താദിൻ്റെ അക്കാലഘട്ടം മുതൽക്കുള്ള പണ്ഡിതന്മാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഓതി പഠിച്ച പലയിടത്ത് വെച്ചും കാണാറുണ്ട്. പലപ്പോഴും ചില മരണവിവരങ്ങളൊക്കെ അറിയുമ്പോൾ അത് എൻ്റെ ആളാണെന്ന് അറിയുമ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾക്ക് എവിടെയൊക്കെ പിന്നെ ആളുകൾ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഓതിയിട്ടുള്ള ഈ ബന്ധം കൊണ്ടാണ്. അങ്ങനെ മഹാനവറുകൾ 3 വർഷം അവിടെ ദർസ് നടത്തി. അതിൻ്റെ ശേഷം കെ കെ ഹസരത്ത് നേരെ പോയത് പൊട്ടച്ചിറ അൻവരി അറബിക് കോളേജിലേക്കാണ്. അതായത് അവിടെ പൊട്ടച്ചിറ ബീവുമ്മ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ 963 ബീരാനൗലിയ പാപ്പാൻ്റെ ഒരു ആശീർവാദവും അവരുടെ ഒരു പിന്തുണയും അവരുടെ ഒരു ആത്മീയ ശിക്ഷണത്തിലൊക്കെയാണ് ഈ ബീവി വളരുന്നത്. അമുസ്ലിമാണ്, തീയ സമൂഹത്തിൽപ്പെട്ടപ്പോൾ. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങി ചികിത്സകൾ നടത്തി. ചികിത്സ എന്ന് പറഞ്ഞാൽ തരികിട ചികിത്സ അല്ല. അതായത് ചികിത്സ എന്ന് പറഞ്ഞാൽ ബീരാനൗലി നിർദ്ദേശിക്കുന്ന ഒരു നെയ്യുണ്ട്, ഒരു ലേഹം. അല്ലാതെ കുത്തി കുറിച്ചുകാണ്ട് കരിക്കും ചട്ടിയും അതൊക്കെ ഉള്ള പരിപാടിയല്ല. ശരിയായി മരുന്നാണ് കൊടുക്കുക. അത് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ശമനം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ മഹദി ഒരു പള്ളി ആരംഭിച്ച്, ആ പള്ളി ആരംഭിച്ച് പിന്നെ 34 അവിടെ ദർസ് തുടങ്ങണം. അങ്ങനെ ആ ഭാഗത്തുള്ള അന്നത്തെ വലിയ പ്രഗത്ഭ പണ്ഡിതനായിരുന്നു ഉണ്ണിൻകുട്ടി മുസ്ലിയാർ. മൂപ്പർ അവിടെ ദർസ് തുടങ്ങി. ഈ പൊട്ടച്ചിറ പള്ളിയിൽ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പോൾ അത് പോരാ, അത് അന്ന് കുറച്ച് കുട്ടികളേ ഉള്ളൂ, കാരണം നാട്ടുകാരനും കൂടിയാണല്ലോ. അങ്ങനെയാണ് കെ കെ ഹസരത്തിനെ അവിടെ നിർത്തുന്നത്. അങ്ങനെ കെ കെ ഹസരത്ത് അവിടെ ഒരു കൊല്ലം നിന്ന് കോളേജ് സ്ഥാപിച്ചു. മഹാനവറുകളാണ് അൻവരിയ അറബിക് കോളേജ് എന്നുള്ള പേരിൽ ആ സ്ഥാപനം തുടങ്ങുന്നത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അന്നൊരുപാട് പ്രഗത്ഭരായ ആളുകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, അതുപോലെ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരായ മുസ്തഫ ഫൈസി തുടങ്ങിയ പല പ്രഗത്ഭരായ പല ആളുകളും
അന്ന് അവിടെ പൊട്ടച്ചിറ അൻവരിയിൽ പഠിച്ച ആളുകളാണ്. അങ്ങനെ KK അതിർത്ത് പിന്നെ നേരെ പോയത് കായൽ പട്ടണത്തേക്കാണ്. അപ്പോൾ ഭീമമ്മ വളരെ പ്രയാസത്തിലായി, ഇനിയിപ്പോൾ ഒരാളെ കിട്ടണമല്ലോ. അപ്പോൾ ഭീമാമ തന്നെ പറഞ്ഞതാണ്, എനിക്ക് സ്വപ്നത്തിൽ ഒരാളെങ്ങനെ കണ്ടു ഞാൻ, അത് KC ഉസ്താദാ. അങ്ങനെ നിശ്ചയിച്ചു നോക്കുമ്പോൾ ആ കണ്ട ആൾ തന്നെയാണ്. അങ്ങനെ KC ഉസ്താദിലൂടെയാണ് പിന്നീട് പൊട്ടച്ചിറ അൻവരി അറബി കോളേജ് എന്നുള്ളൊരു സ്ഥാപനം അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. മൂപ്പരവള് 5-6 കൊല്ലം നിന്നിട്ടുണ്ട്, 6-7 കൊല്ലം നിന്നിട്ടുണ്ട്, 6 വർഷം എന്തായാലും നിന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കോളേജിൻ്റെ സിസ്റ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി 1 മുതൽ അല്ലെങ്കിൽ 8 വരെ 6 വരെ അങ്ങനെയൊന്നുള്ള സിസ്റ്റം അല്ല. അന്ന് 5, 6, 7 ഇങ്ങനെ 3 ക്ലാസ്സുകളാണ് പൊട്ടച്ചിറ. 5, 6, 7, അതായത് 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അൽഫിയ ഫത്തുൽമീനൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള മുഖ്തസർ മിഷ്കാത്ത് മഹല്ലി ആ സ്റ്റേജിൽ പെട്ടത് 5, 6, 7. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ പട്ടിക്കാട് പോയിട്ട് മുത്തവല്ല് ചെയ്ത അങ്ങനെ ഒരു സിസ്റ്റമാണ് അന്നുണ്ടായത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ഓതി പഠിച്ച അവസാനം 1975, 76 കാലങ്ങളിൽ ഈ പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. അപ്പോൾ അന്ന് ഒരു 50ൻ്റെയും 60ൻ്റെയും ഇടയിലുള്ള വിദ്യാർത്ഥികളാണെന്ന് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ മുതലാണ് KC ഉസ്താദ് ആരാണെന്നും KC ഉസ്താദിൻ്റെ സേവന സന്നദ്ധത എന്തൊക്കെയാണെന്നും മൂപ്പരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്ര വിശുദ്ധനായ ഒരു പണ്ഡിതൻ, ഭൗതികമായ മറ്റ് കാഴ്ചപ്പാടുകളോ ചിന്തകളൊന്നുമില്ല. ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഇപ്പം നമ്മളൊരു പക്ഷേ അശാസ്ത്രീയം എന്നതിനെ പറ്റി പറയും. ഒരു ദിവസം സുബഹിക്കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 6 മണി വരെ നിരന്തരം ക്ലാസ്സുകളാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നതൊന്ന് ഓതി തരണം എന്ന് പറഞ്ഞാൽ അത് ഓതി തരും. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് പൊട്ടച്ചിറ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് ദൈവബന്ധു പോകണമെന്ന്. പൊട്ടച്ചിറ പോയാൽ ശരിക്കും പിന്നെ പട്ടിക്കാടാണ് പോകേണ്ടത്. അപ്പോൾ ദൈവബന്ധു പോകണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഹിദായ ഹനഫി ഫിഖ് ഓതണം. അപ്പോൾ അന്ന് പാലക്കാട് ജില്ലക്കാരായ 1-2 ഹനഫികളുണ്ട്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ നമ്മളെ 1-2 ഹനഫി കുട്ടികളുണ്ട്, അവർക്കൊക്കെ നമ്മൾ ഈ മഹല്ലി മാത്രമേ ഓലെ ഫിക്കൊന്ന് ഓതി കൊടുത്താൽ നല്ലതാണല്ലോ. അപ്പോൾ ഉസ്താദ് അത് നല്ലത് തന്നെയാണ്, എന്നാൽ നമുക്ക് എന്താ ചെയ്യുക, എന്നാൽ ഹിദായ എടുക്കുക. അപ്പോൾ ഹിദായ എല്ലാവർക്കും മഷൂറാണ് ഹനഫി ഫിക്കിൽ. എന്നാൽ അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ പറഞ്ഞാൽ ഇതിൽ കൂടിക്കാണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സെലക്ഷന് പോകുമ്പോൾ ഹിദായ ഉണ്ടാവും. അതാ അങ്ങനെ അന്ന് രാത്രി ഇഷാൻ്റെ ശേഷമാണ് ഹിദായ എടുത്തു തരുന്നത്. അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ 2 ഹനഫി കുട്ടികളുണ്ട്, അവർ അതിൽ കൂടി കുറേ ആൾ കൂടി. അതിൽ കൂടിയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പല ആളുകളും മരണപ്പെട്ടു പോയി. PMK ഫൈസി മോങ്ങം തുടങ്ങിയ പല ആളുകളും അതിൽ അന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദർസിന് മടുപ്പില്ലാത്ത ഒരാൾ എന്നുള്ളത് മൂപ്പരൊരു വലിയ സവിശേഷതയായിട്ട് കാണണം. അത് രാവിലെ അങ്ങോട്ട് സ്വിച്ച് ഇട്ടാൽ വൈകുന്നേരം വരെ സ്വിച്ച് തന്നെ. അതിൻ്റെ അവതരണം, ചില വിഷയങ്ങൾ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമായത് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. പൊട്ടച്ചിറ ഞാൻ പറഞ്ഞല്ലോ 6, 7 ഇങ്ങനെ 5, 6, 7 ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ ചേർന്ന ആ ഒരു കാലഘട്ടം, അന്ന് KC ഉസ്താദിനൊരാഗ്രഹമുണ്ട്, ഭീമാമാക്കൊരാഗ്രഹമുണ്ട് അവിടെ ഒരു മുത്തവല് തുടങ്ങണം. അങ്ങനെ മുത്തവല് തുടങ്ങി നോക്കുമ്പോൾ അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ മാത്രമേ കേരളത്തിൽ ഒരു അംഗീകൃത മുത്തവലുള്ളൂ. അത് മറികടന്നുകൊണ്ട് അവിടെ ഒരു മുത്തവല് തുടങ്ങിയത് അന്ന് പല ആളുകൾക്കും അനിഷ്ടത്തിന് വകവയി. അങ്ങനെ ഇത് ചർച്ചകളായി. അങ്ങനെ EK ഉസ്താദും കോട്ടുമൽ ഉസ്താദും KK അതിർത്തും പല തവണ അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. KC ഉസ്താദിനെ വിളിക്കും. അങ്ങനെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന അവസാന തീരുമാനം എന്താന്ന് പറഞ്ഞാൽ മുത്തവ്വൽ 1 വർഷം പൊട്ടച്ചിറ പഠിക്കുക, അത് കഴിഞ്ഞ് നേരെ പട്ടിക്കാട് പോവുക. ഫൈസി ബിരുദം പൈസ തന്നെ. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ പഠിച്ച ആളാണ് ഞാനൊക്കെ. 1 കൊല്ലം പട്ടിക്കാട് പൊട്ടച്ചിറ മുത്തവ്വൽ പഠിച്ച് ആ വർഷം പട്ടിക്കാട് ഫൈസി പരീക്ഷ എഴുതി. പിന്നെ 2ാമത്തെ കൊല്ലം അവിടെ പഠിക്കേണ്ടിയിരുന്നു. അന്ന് ഞാൻ പഠിച്ച 79-ലാണത്. അപ്പോൾ ഞാനവിടുന്ന് അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി നേരെ അങ്ങ് പോയി. ആ വർഷം തന്നെ ഉസ്താദ് അവിടുന്ന് വിടുകയും ചെയ്തു. പിന്നീട് അവിടെ വന്നത് കുമരമ്പത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മൂപ്പരിൻ്റെ ഉസ്താദ് തന്നെയാണ്. മൂപ്പര് അവിടെ 5-6 കൊല്ലം ദർസ് നടത്തി. ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ അധ്യാപന ജീവിതം പൊട്ടച്ചിറന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് മുമ്പുള്ള ഉസ്താദും എൻ്റെ ഉസ്താദിനെ, ഇപ്പോഴുള്ള ആളും എൻ്റെ ഉസ്താദ് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ KC ഉസ്താദിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പറയുകയാണെങ്കിലേ, ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു, ഞാൻ ദൈവബന്ധു പോയപ്പോൾ
അവിടെ സിഹാഹു സിത്ത മുഴുവനും ദർസുണ്ട്. ഒറ്റ കൊല്ലം കൊണ്ട് സിഹാഹു സിത്ത മാത്രമല്ല, തഹാവി, ഇമാം മുഹമ്മദ്, മുവത്ത ഇമാം മുഹമ്മദ്, ഇതുമുണ്ട് സിഹാഹു സിത്തക്ക് പുറത്ത്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മാതിരി നിരന്തരം ദർസുകൾ. പക്ഷേ ഉസ്താദ്മാർക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവും. ഉസ്താദ്മാർക്ക് 2-3 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് പണിയാണ്. കുട്ടികൾക്ക് ഈ പറഞ്ഞ മാതിരി 7 മണിക്കാണ് ക്ലാസ് തുടങ്ങിയാൽ മഗ്‌രിബിൻ്റെ ശേഷം ഇശാൻ്റെ ശേഷമൊക്കെ ക്ലാസ് തന്നെ. പക്ഷേ എനിക്കൊരു വലിയ അനുഗ്രഹമായത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഹദീസിൻ്റെ കിതാബുകളൊക്കെ കെ.സി. ഉസ്താദിൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ ദൈവബന്ധിലുള്ള ഹദീസിൻ്റെ വിശദീകരണം എങ്ങനെ, ഹനഫിയുടെ തെർജിഹാക്കലും അതിനെ പൊളിക്കലും എല്ലാം അവിടെ നടക്കും. ഇത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി. കാരണം ഞാൻ ഈ പഠിച്ചതിൻ്റെ ആവർത്തനാണ്. അങ്ങനെയുണ്ടല്ലോ. പിന്നെ കെ.സി. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് അക്കലിയ അല്ല, മൂപ്പരെ പരിപാടിക്ക് നക്കലിയ ഉള്ള സംഗതി. അത് ഒരിക്കൽ മൂപ്പരൊന്ന് ജമ്മുൽ ജവാമി ഓതി, ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ജമ്മുൽ ജവാമി, അതേ ജമ്മുൽ ജവാമിനേക്കാൾ ഒരു മാറ്റം ഉണ്ടാവില്ല. അതേപോലെ ചില കിതാബുകളിൽ മഹാനവരുടെ കഴിവ് ഭയങ്കരമാണ്. അപ്പോൾ അതേ അന്ന് എന്തേ പറഞ്ഞു അത് പറയും, അന്ന് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ടുണ്ടോ അത് പറയും. അത് മാത്രമല്ല ഏറ്റവും വലിയ രസം, ചിലപ്പോൾ ചിലതൊക്കെ ആവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കുന്ന ചക്ക ഇതിനെ തോണ്ടും, ഇത് 2ാം വാരമാണ്, അത് സിനിമക്ക് ഇങ്ങനെ 2ാം വാരം 3ാം വാരം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കഥ പറയുമ്പോൾ ഇത് 2ാം വാരമാണെന്ന് പറയുന്നത് വല്ല തോണ്ടും, മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗഹനമായ അവതരണം, അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ടൊരു അവതരണമാണ്. അങ്ങനെ പഠിച്ചതായ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഓട്ടി മൂസ മുസ്ലിയാർ, കുഞ്ഞാണി മുസ്ലിയാർ, അതുപോലെ ഇപ്പോൾ കടമേരിയുള്ള മുഹമ്മദ് മുസ്ലിയാർ, പിന്നെ ഉമർ മുസ്ലിയാർ, ഇവരൊക്കെ ഉസ്താദിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ്. വലിയൊരു സംഘമുണ്ട്. പൊട്ടച്ചിറ കോളേജിൽ പഠിച്ചതായിട്ടും മറ്റു പല സ്ഥാപനങ്ങളിലായിട്ടും നന്ദിയിൽ നിന്നും അതുപോലെ സൈദിയയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൂപ്പര് ഭയങ്കര രോഗിയാണ്. കാല് എപ്പോഴും വ്രണം വന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും. സമസ്ത 2ആയി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ മറുപക്ഷ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ എഴുത്തും കാര്യവും രംഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ മറുപക്ഷ. അന്ന് കെ.സി. ഉസ്താദ് മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി ആണെങ്കിലും പല രീതിയിലും മഹാനവറുകൾക്ക് ചില അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. മൂപ്പര് അടിയുറച്ച സമസ്തക്കാരനാണ്, അടിയുറച്ച മുസ്ലിം ലീഗുകാരനാണ്. അപ്പോൾ അന്നും ഇങ്ങനെ വഹാബി പ്രശ്നങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ട്. മഹാനവറുകൾ ഈ സമൂഹത്തിൻ്റെ ഈ നിലനിൽപ്പും അതുപോലെ അതിൻ്റെ ഭദ്രതയും മുസ്ലിം ലീഗിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചൊരു പണ്ഡിതനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രചാരകനുമായിരുന്നു.